യേശുവിൻ്റെ കൂട്ടായ്മയിലെ എല്ലാ ദൈവമക്കൾക്കും പുതിയൊരു പുതിയൊരു ദിവസത്തിൻ്റെ ദൈവാനുഗ്രഹം നിറഞ്ഞ മണിക്കൂറുകളുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ദിവസം ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും ആ പിതാവായ ദൈവത്തിൻ്റെ മുന്നിൽ എളിമയോടെ ആയിരിക്കുവാനും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നിറഞ്ഞ ഒരു ദിവസം നമുക്ക് ലഭിക്കുവാനും ഇടയാക്കിയ സർവശക്തനായ ദൈവത്തിന് നന്ദി പറയും. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം സുഭാഷിതങ്ങളുടെ പുസ്തകം 22-ാം അധ്യായം 4-ാം തിരുവചനം. വിനയത്തിനും ദൈവഭക്തിക്കുമുള്ള പ്രതിഫലം സമ്പത്തും ജീവനും ബഹുമതിയുമാണ്. വിനയത്തോടുകൂടി എളിമയോടുകൂടി ഹമ്പിളായിട്ട് ഒരു വ്യക്തി ദൈവസന്നിധിയിൽ ഭക്ത്യാദരപൂർവം ജീവിക്കുന്നപ്പോൾ അവന് ദൈവം ഭൗതികമായും ആധ്യാത്മികമായും ഉള്ള സമ്പത്തും ബഹുമതികളും നൽകി അവനെ ആദരിക്കും. നമ്മൾ ജീവിക്കുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ തണലിലാണെന്ന്, അവൻ്റെ സംരക്ഷണയിലാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ മുന്നിൽ വിനയത്തോടെ ആയിരിക്കുവാൻ, ഭക്തിയോടെ ആയിരിക്കുവാൻ നമുക്ക് സാധിക്കും. തൻ്റെ സഹജീവികളോട് നമ്മൾ കരുണ കാണിക്കുമ്പോൾ, തന്നെപ്പോലെ തന്നെ മറ്റുള്ളവരെയും മനസ്സിലാക്കുമ്പോൾ, ബഹുമാനിക്കുമ്പോൾ, ആദരിക്കുമ്പോൾ, സ്നേഹിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ബഹുമതിയും ജീവനും സമ്പത്തും ദൈവം നൽകി നിങ്ങളെ ആദരിക്കും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. നിങ്ങളുടെ മക്കളെയും കുടുംബത്തെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ നിമിഷം നമ്മൾ ദൈവസന്നിധിയിലേക്ക് ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുക. ദൈവം എല്ലാവരെയും നിറഞ്ഞനുഗ്രഹിക്കട്ടെ. ദർശനങ്ങളാലും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും സ്നേഹനിധിയായ പിതാവ് അവരെയെല്ലാം തൻ്റേതാക്കി മാറ്റുന്നതിന് ധനികനെന്നോ ദരിദ്രനെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ ദൈവമക്കളാക്കി അവരെ മാറ്റുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. ഈ നല്ലൊരു ദിവസം ക്രിസ്തുവിൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.